വഖഫ് ബില്ലിനെ അനുകൂലിച്ച ജെ.ഡി.യു നിലപാടിൽ പ്രതിഷേധിച്ച് പാർട്ടിയിൽ വീണ്ടും കൊഴിഞ്ഞുപോക്ക്. ജെ.ഡി.യു യുവ നേതാവ് എം രാജു നയാറാണ് രാജിവെച്ചത്. ഇതോടെ രാജിവെച്ചവരുടെ എണ്ണം 4ആയി. മുസ്ലിംകൾക്കെതിരായ ഈ കറുത്ത നിയമത്തിന് അനുകൂലമായി ജെ.ഡി.യു വോട്ട് ചെയ്തത് വേദനിപ്പിച്ചുവെന്ന് എം രാജു നയാർ രാജിക്കത്തിൽ പറഞ്ഞു. സജു തോമസ് വിശദാംശങ്ങൾ നൽകും. സജു, ഈ രാജു നയ്യാർ ജെ.ഡി.യുവിലെ എത്ര ശക്തനായ നേതാവാണ്? കൂടുതൽ രാജികൾക്ക് സാധ്യതയുണ്ടോ? ഈ രാജു നയ്യാർ ജെ.ഡി.യുവിന്റെ യുവ സംഘടനയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ജെ.ഡി.യു അനുകൂല നിലപാടെടുത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി എംപിമാർ സന്നദ്ധരായതിലും പ്രതിഷേധിച്ചാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഉൾപ്പെടെ ഇപ്പോൾ 4 നേതാക്കളാണ് ജെ.ഡി.യുവിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ രാജിക്ക് പിന്നിലുള്ള കാരണങ്ങൾ ഈ വഖഫ് നിയമ ഭേദഗതിയാണ്. അതിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇനിയിപ്പോൾ 5 മാസങ്ങൾ മാത്രമാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ഈ 5 മാസത്തിനുള്ളിൽ ബീഹാറിലെ ജെ.ഡി.യു ഇപ്പോൾ ഭരണകക്ഷിയായിരിക്കുന്ന ബീഹാറിലെ ജെ.ഡി.യു മുഖ്യമന്ത്രി നിതീഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വിവിധ നേതാക്കൾ രാജിവെക്കുന്നത് വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയാണ്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ വലിയ പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈദ്ഗാഹുകളിൽ പോയി നിസ്കാര തൊപ്പിയും വെക്കുകയും അല്ലെങ്കിൽ നിസ്കാരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത് ഉടൻ തന്നെ നിറമാറുകയും ചെയ്യുന്ന എന്ത് തന്ത്രമാണ് എന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ വിമർശിക്കുന്ന ധാരാളം ബാനറുകളൊക്കെയും ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് RJD ഇതൊക്കെയും വലിയ മുതലെടുപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. ജെ.ഡി.യുവിന്റെ അംഗങ്ങൾ, പ്രത്യേകിച്ച് പ്രമുഖരായിട്ടുള്ള നേതാക്കളൊക്കെ ഇപ്പോൾ പാർട്ടി വിടുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ജെ.ഡി.യുവിന് വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മാസങ്ങൾ മാത്രം ശേഷിക്കെ വലിയൊരു സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെയും വരാനിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി സംസ്ഥാനം ഒരുങ്ങുമ്പോൾ ഈ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് യുവ നേതാക്കളടക്കമുള്ളവർ പാർട്ടി വിടുന്നത് വലിയ പ്രതിഷേധമായി മാറിയിരിക്കുകയാണ്. എന്തായാലും രാജ്യസഭയിലും ലോക്സഭയിലും വലിയ പ്രതിഷേധത്തോടു കൂടിയാണ് ഇന്നിപ്പോൾ സഭാ മീറ്റിംഗുകളൊക്കെ അവസാനിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ജെ.ഡി.യുവിൽ ഇപ്പോൾ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് ശക്തമായിരിക്കുന്നത്. സൈഫുദ്ദീൻ. സജു തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.